ഹായ് എല്ലാവർക്കും മാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയ ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണെന്നൊക്കെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു ഭാഗമായിട്ട് നമ്മൾ ഓർബിറ്റ് എന്താണ്, ഷെൽ എന്താണ്, അതുപോലെ തന്നെ സബ് ഷെൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആറ്റത്തിൻ്റെ അകത്തേക്ക് നമ്മളൊന്ന് പോയി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓർബിറ്റ് എന്താണ്, ഷെൽ എന്താണ്, സബ് ഷെൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോകാനാണ് ഈ ഒരു വീഡിയോ. ഒരു ആറ്റത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസും അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെയും കാര്യം. അപ്പോൾ ഈ ന്യൂക്ലിയസിനെ ഇലക്ട്രോൺസ് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തമായിട്ടുള്ള ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഷെല്ല് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പാത്തിലൂടെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പാത്തിനെയാണ് നമ്മൾ ഷെല്ല് അല്ലെങ്കിൽ ആ ഒരു എനർജി ലെവൽ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെൽസിനെ നമ്മൾ സ്മോൾ എൻ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതായത് 1n 2n 3n 4n അങ്ങനെ ഉള്ള ഈ ഒരു പാത്താണ്. ഇതിന് ഈ ഷെല്ലിനും ഓരോ എനർജി ലെവലായിരിക്കും. ആ ഒരു എനർജിയിലുള്ള ഇലക്ട്രോൺസ് കാര്യങ്ങളാണ് ആ ഒരു ഷെല്ലിൽ ഉണ്ടാവുക. ഇതുകൂടാതെ തന്നെ നമ്മൾ ഇതിനെ വേറെ നമ്പേഴ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. KLMN എന്ന ലെറ്റേഴ്സ് കൊണ്ട് നമ്മൾ ഈ ഒരു ഷെൽസിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഷെല്ലാണ് നമ്മുടെ K ഷെൽ, അവസാനത്തതാണ് N ഷെൽ. ഇനി ഈ ഷെല്ലുകൾ കൂടാതെ തന്നെ ഒരു സബ് എനർജി ലെവൽസ് കൂടെ ഓരോ ആറ്റത്തിലുണ്ട്. അതിനെയാണ് നമ്മൾ സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മറ്റൊരു കാര്യമാണ് സബ് ഷെല്ലുകൾ ഉള്ളത്. സബ് ഷെല്ലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സബ് ഷെല്ലുകളെ നമ്മൾ SPDF എന്നീ നമ്പേഴ്സ് കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഷെൽസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് ഷെല്ലുകളുണ്ട്. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്മുടെ K എന്ന ഷെല്ലിൽ S എന്ന സബ് ഷെല്ലാണ് ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് L എന്ന ഷെല്ലിൽ നമ്മുടെ SP എന്ന സബ് ഷെല്ലുകൾ ഉണ്ടാവും. അടുത്തതായിട്ടുള്ള M എന്ന ഷെല്ലിൽ നമ്മുടെ Sഉം P പിന്നെ ഒരു D എന്നൊരു സബ് ഷെല്ലും കൂടെ കൂടുതലായിട്ടുണ്ടാവും. ഏറ്റവും അവസാനമായിട്ട് N എന്ന ഷെല്ലിൽ നമുക്ക് അവസാനമായിട്ട് SPDF എന്ന ഒരു സബ് ഷെല്ലും കൂടെ അധികം ഉണ്ടാവും. അങ്ങനെ SPDF അങ്ങനെയുള്ള സബ് ഷെല്ലുകളാണ് ഉണ്ടാവുക. ഇനി അടുത്തൊരു കാര്യമാണ് ഓർബിറ്റൽസ്. അതായത് നമ്മുടെ ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര ചെറിയ കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇലക്ട്രോൺസിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഏത് ഭാഗത്താണ് ഏതൊരു ഏതൊരു ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഓർബിറ്റൽസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് ഓർബിറ്റൽ കൊണ്ട് സൂചിപ്പിക്കുന്നത് ചില പ്രത്യേക റീജിയനാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയാണ് ഇലക്ട്രോൺസ് കൂടുതൽ കാണപ്പെടാനുള്ള ഒരു സാധ്യത. ആ ഒരു റീജിയൻസാണ് ഓർബിറ്റൽസ്. അപ്പോൾ എന്താണ് ഓർബിറ്റൽ എന്നൊരു ചെറിയ ഡെഫിനേഷൻ ഉണ്ട് ഇവിടെ. ഓർബിറ്റൽ ക്യാൻ സിംപ്ലി ഡിഫൈൻഡ് ആസ് എ സ്പേസ് ഓർ റീജിയൻ വേർ ദ ഇലക്ട്രോൺ ഈസ് ലൈക്ലി ടു ബി ഫൗണ്ട് ദ മോസ്റ്റ്. അതായത് നമ്മുടെ സബ് ഷെല്ലിൽ അല്ലെങ്കിൽ നമ്മുടെ ആറ്റത്തിൽ ഉള്ള ഒരു റീജിയനാണ്, ഒരു പ്രത്യേക റീജിയനിൽ നമ്മുടെ ഇലക്ട്രോൺസിനെ കാണാനുള്ള ചാൻസ് കൂടുതലുണ്ടായിരിക്കും. അതായത് ഇലക്ട്രോൺസ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടും. ആ ഒരു റീജിയനെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ S എന്ന സബ് ഷെല്ലിൽ നമുക്ക് ഒരു ഓർബിറ്റലാണ് കാണപ്പെടുക. ഇനി P എന്ന സബ് ഷെല്ല് നോക്കുകയാണെങ്കിൽ അതിൽ 3 ഓർബിറ്റൽസും D എന്ന സബ് ഷെല്ലിൽ 5 ഓർബിറ്റൽസും കാണപ്പെടും. അടുത്താണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയാതെ പോയിട്ടുള്ളൊരു കാര്യം, അതായത് വാലൻസ് ഇലക്ട്രോൺസിൻ്റെ കാര്യം. അതായത് ഒരു ആറ്റത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെല്ലുകളുണ്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഈ ഒരു ഷെല്ലിൽ ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ചിത്രത്തിൽ 1 ഇലക്ട്രോണാണ് വാലൻസ് ഇലക്ട്രോൺ ആയിട്ടുള്ളത്. ഓക്കെ, 8 ഇലക്ട്രോൺസ് ആക്കാനാണ് മിക്കവാറും എല്ലാ ആറ്റങ്ങളും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് സ്റ്റേബിൾ ആവാനും സാധിക്കും. അപ്പോൾ ഈ ഒരു 8 ഇലക്ട്രോൺ ആവാനുള്ള ടെൻഡൻസി കാണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മോളിക്യൂൾസൊക്കെ ഫോം ചെയ്യാനുള്ള കാരണം. ചിത്രത്തിൽ കാണുന്ന ഒരു കാർബൺ ആറ്റത്തിന് വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോണാണുള്ളത്. അതായത് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഷെല്ലിൽ 4 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. 4 കൂടെ കിട്ടണം. അപ്പോൾ 4 ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുക. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, കാർബണും ഹൈഡ്രജനും തമ്മിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുകയാണ്. കാരണം ഹൈഡ്രജനും വേണം 4 ഇലക്ട്രോൺസ്, കാരണം 4 ഹൈഡ്രജൻ ഉണ്ട്.
ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്, പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ അയോണിക് ബോണ്ടിൻ്റെ അത്ര സ്ട്രോങ് ഒന്നുമല്ല ഈ ഒരു കോവാലന്റ് ബോണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മറ്റുള്ള മോളിക്യൂൾസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റത്തിന്, ഹൈഡ്രജൻ ഹീലിയം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് എക്സെപ്ഷൻ ഉണ്ട് കുറച്ച് ആറ്റംസിന്. ഇവയ്ക്ക് വാലൻസി അല്ലെങ്കിൽ നമ്മുടെ വാലൻസ് ഷെല്ലിൽ ആകെ 8 ഇലക്ട്രോൺസിൻ്റെ ആവശ്യമൊന്നുമില്ല, ആകെ 2 ഇലക്ട്രോൺസ് മാത്രം മതി അവയ്ക്ക് സ്റ്റേബിൾ ആവാൻ.